വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൗരി ഗീഷ് ആൻഡ് ഇതെൻ്റെ തേർഡ് വീഡിയോ ആണ്. അപ്പം കണ്ടന്റ് ഒന്നും പ്രത്യേകിച്ച് വലുതായിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഐ തിങ്ക് ഒരു ഡേ മൈ ലൈഫ് പോലെ തട്ടിക്കൂട്ടാം എന്ന് ഞാൻ കരുതുന്നു. എനിക്കതിനോട് ഒട്ടും പരിചയമില്ല. അപ്പം ആദ്യത്തെ പരിപാടി ഈ മൂട്ടിക്ക് മുട്ടിക്കണം, പിന്നെ പല്ല് വെക്കണം, കുളിക്കണം, കഴിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ എന്തോ ഒരു ബുക്ക് മേടിച്ച് വെച്ച് ഇതാണ് ബുക്ക്. ഹെലൻ കെല്ലറിൻ്റെ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ഇത് വായിക്കണം. അത് വായിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു കുറച്ച് പേജും കൂടെ വായിച്ച് തീർക്കാനുണ്ട്. അതിൻ്റെ കുറച്ച് പേജും കൂടെ വായിച്ച് തീർക്കാൻ സ്റ്റഡി ടേബിൾ എന്ന് പറയാൻ പറ്റത്തില്ല. ആ ടേബിൾ ഫുള്ള് മെസ്സായി കിടക്കുക. ഞാൻ ഈ മുട്ടിയൊന്ന് വെട്ടി വെക്കട്ടെ. എന്നിട്ട് ഞാൻ ഷീറ്റ് ഒക്കെ മടക്കി വെച്ചു കേട്ടോ, ക്ലീൻ ആക്കി. ഞാൻ ബെഡൊക്കെ ഞാൻ ക്ലീൻ ആക്കി, ഫുൾ ക്ലീൻ. ഇനിയും ഉള്ളത് എനിക്ക് ലൈറ്റ് ഇനിയും ചെയ്യാനുള്ളത് മുടി കെട്ടി വെച്ചിട്ട് പല്ല് വെച്ചിട്ട് കുളിച്ചിട്ട് വരാം. പല്ല് മുടി കെട്ടട്ടെ. ഓക്കെ അല്ലേ? സെറ്റ് ഗൈസ്. അപ്പം ആയിരത്തെ എല്ലാം കിട്ടി കാണുന്നത് ഞാൻ വിജയിക്കും. ഞാനൊരു ഷീറ്റൊക്കെ മടക്കി ഇട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ കാണിച്ചു തരാം. വയ്യ നോക്കാൻ. ഇനി അടുത്തത് എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രഷ് ചെയ്യാം. എനിക്കിനി വേറെ കുറേ വർക്ക് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഡിറ്റിംഗ് ഉണ്ട്. ഇന്നലെ എടുത്ത ക്രിസ്മസ് ദിവസം എടുത്ത വീഡിയോസിൻ്റെ വീഡിയോ എൻ്റെ ഒരു വർക്ക് ഉണ്ട്. അപ്പം അത് ചെയ്യണം. ആൻഡ് ബ്രഷ് ചെയ്യാൻ ഇപ്പോൾ പോയിട്ട് കമോണ്ടേഴ്സ്. This is my undercar and where is my brush? This is my brush. Paste. Zoom. ഞാൻ പോയി പല്ല് തേച്ചിട്ട് വരാം. ആഫ്റ്റർ ദാറ്റ് ഫുഡ് കുളിച്ചിട്ട് ഫുഡ് ഓക്കെ.
റൂം മാറിപ്പോയി ഞാൻ പോയി കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ട് വന്നിട്ട് കഴിക്കുന്നൊക്കെ ഇവിടെ ഇത് കഴിക്കാനാണ്. അത് ഞാൻ നോക്കട്ടെ പോയി ഇവിടെ കഴിക്കാൻ എന്തൊക്കെയാണ് ഇവിടെ കഴിക്കാൻ. ഓ മൈ ഗോഷ്, ദിസ് ഈസ് ചിക്കൻ ഫ്രൈ ആൻഡ് അപ്പം. വാട്ട് എൽസ്? മീൻ കറി, ചോറ്. സംഭവം ഇവിടെ കുറച്ച് ചോറേ വെക്കാറുള്ളൂ. ഇവിടെ അങ്ങനെ ആരും ചോറ് കഴിക്കാറില്ല. പായസം തീരാറായി. ചേട്ടൻ മറ്റേ ശബരിമലയിൽ പോയിട്ട് വന്നപ്പം കൊണ്ടുവന്നതാണ്. ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ വല്ലതും കഴിക്കട്ടെ. എനിക്ക് വിശക്കണം. ബൈ. ഒരു കൂടെയൊക്കെ പാസ്സാക്കി ഞാൻ വന്നു. ഞാൻ ഹെയർ വാഷ് ചെയ്തില്ല. ഞാൻ ജസ്റ്റ് മെയിലൊക്കെ മെയിൽ കഴുകി. അങ്ങനെ ഹെയർ വാഷ് ചെയ്തില്ല. എനിക്ക് നല്ല വിശപ്പ്. ഇപ്പം ഏതാണ്ട് 1 മണി എങ്ങാണ്ടാണ്. അതാണ് ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈം. ഇന്നാണ് ഇത്ര താമസിച്ചത്. എന്നും നേരത്തെ കഴിക്കുന്നതാണ്. ഇപ്പം എത്ര മണിയാണ്? ഓ മൈ ഗോഡ്, 1 o'clock. ഓക്കെ, ഞാൻ പ്ലേറ്റ് താഴെ 1 മിനിറ്റ്. മീൻകറി ഉണ്ട്, പക്ഷേ എനിക്ക് തിന്നാനൊരു മൂടില്ല. ഇത് ഇത്ര മതി. അല്ല നേരം ഫുഡടിയൊക്കെ കഴിഞ്ഞു. ഫുഡ് വെച്ചുകൊണ്ട് തിന്നപ്പോൾ അമ്മ വെച്ചിട്ട് പറഞ്ഞു ഒന്ന് ഉണക്കക്കപ്പ ഇവിടെ അങ്ങോട്ടുണ്ട്, അതെടുത്ത് വെള്ളത്തിൽ ഇടണം. അത് തപ്പ എവിടാന്ന് എനിക്കറിയത്തില്ല. നോക്കാം. ഇവിടെ കുറച്ച് തവർക്കുണ്ട്. ഇത് ഐ തിങ്ക് ഇത് കേക്കാണ് ഗൈസ്. ഇതിവൻ്റെ കാലം. ഇത് കേക്ക്. ഇതിൻ്റെ അടിയിൽ വേറൊരു കേക്കുണ്ട്, കണ്ടോ? അത് കേക്ക്. പിന്നെ ഇവിടെ വേറെ എവിടെയോ ഒരു കേക്കും കൂടെ ഉണ്ട്. ഫ്രിഡ്ജിനകത്ത് അമ്മി കാണാൻ വയ്യ. ഫ്രിഡ്ജിനകത്ത് ഒരെണ്ണമുണ്ട്. മൊത്തം കേക്ക് കാരണം തട്ടി നടക്കാൻ വയ്യ. ഓക്കെ, ഇതിനകത്ത് ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ഇതിനകത്ത് കിട്ടി ഉണക്കക്കപ്പ. അവിടെ പോട്ടെ. ഇത് വെള്ളം
കത്തിയിടാം. ഇത് ഉപ്പിലിട്ടത് 1 2 3 4 ഇത് 2 അച്ചാർ. ഡബിലോലിക്ക അങ്ങനെ എന്താ പറയുന്നത്, ഡബിലോലിക്ക. പൊതി ഒറ്റ കൈ വെച്ച് തുറക്കാൻ കുറച്ച് റിസ്ക്കാണ്. വെയിറ്റ്, ഞാൻ തുറക്കട്ടെ. തുറന്നു. ഉണക്ക കപ്പ. പാത്രം വേണം. പാത്രം കിട്ടി. ഇതാണ് പാത്രം. ഇതിനകത്ത് കുടഞ്ഞിട. ഈ ഒറ്റ കൈ വെച്ച് ഇതെല്ലാം ചെയ്യുന്ന കുറച്ച് പാടാണ്. പോരാ. എൻ്റെ അകത്ത് പൊടിയായി. അതിനൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ അകത്ത് ഫുൾ പൊടിയായി. ഓക്കെ, ഇതാണ് സാധനം. ഇനി ഇത് കഴുകുക. അതിൽ ഫുള്ള് വെള്ളം ഒഴിക്കണം. ഓക്കെ, വെള്ളം ഒഴിക്കാം. ഓക്കെ ഗൈസ്, ഞാൻ വെള്ളം ഒഴിച്ചു. ഇനി ഇത് കഴുകണം. ഉണക്കക്കപ്പ ഞാൻ കുറച്ച് ദിവസമായി മേടിച്ച് വെച്ചിട്ട്. ഇനി വെള്ളം കളയണം. ഈ ക്യാമറ പിടിച്ചോണ്ട് എനിക്ക് വെള്ളം കളയാൻ പറ്റത്തില്ല. സോ ഇത് വെള്ളം കഴുകി ഒന്നുകൂടെ കഴുകി, അല്ല ഒരു 3 വട്ടം കഴുകണം. എന്നിട്ട് വരാം. ഓക്കെ, ഈ ക്യാമറ പിടിച്ചോണ്ട് ഇതൊന്നും നടക്കത്തില്ല. ഓക്കെ, ഞാനിതിപ്പം കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ടു. നമുക്കിത് അടച്ച് വെക്കാം. ഇവിടെ തുണി വിരിക്കാൻ ഞാൻ ഉറക്കപ്പിച്ചായിരുന്നു. സോ നമുക്ക് തുണി എല്ലാം കഴുകാനിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല ഗൈസ്, ഒന്നും ഇട്ടിട്ടില്ല. ഇനിയും കുറച്ച് നേരം TV കാണാം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ത് ഈ പുറകിൽ ഈ യൂണിഫോം മാറ്റണം എന്ന് ഞാൻ വിചാരിച്ചത്. പറ്റില്ല. ഇനിയും പോയി കുറച്ച് നേരം TV കാണാം. TV കണ്ടിട്ട് അപ്പം എല്ലാവരും ഈ വീഡിയോ ഒക്കെ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് കൂടുതലും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ പറയണ്ടത്, ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല ആഡ് ചെയ്യാനായിട്ട്. ഞാൻ ചായ കുടിക്കുന്നതും രാത്രിയിലത്തെ ഫുഡും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഉച്ചയ്ക്ക് എന്താണ് ഉച്ചയ്ക്ക് കഴിച്ചത്? ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല. ഞാൻ ആ കൂടെ ചെയ്ത് രാവിലെ ഫുഡ് കഴിച്ചു, ഉറങ്ങി, എണ്ണിച്ചു, പല്ല് കഴിച്ചു, കുളിച്ചു, ഫുഡ് കഴിച്ചു. പിന്നെ രാത്രിയെല്ലാം ഞാൻ ഫുഡ് കഴിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. വീട്ടിൽ ഇരിക്കുമ്പോൾ ഒന്നും ചെയ്യാറില്ല. ചുമ്മാ ഇങ്ങനെ അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ വീട്ടിൽ നടക്കാറുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഉറക്കമായി. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സൗണ്ടൊക്കെ സംസാരിക്കുന്നത്. കേൾക്കാൻ വയ്യെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയില്ലെങ്കിൽ ഈ താഴെ ഞാൻ ഇത് കാണിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് എന്താ പറയുക, ഒരു ബിഗിനിങ് ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഉറങ്ങട്ടെ. അപ്പോൾ ഞാൻ രാവിലത്തെ വീഡിയോ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ എന്താ പറയുക, രാവിലെ എണീച്ചപ്പോഴേക്കും ഈ സെയിം കളർ ടീഷർട്ട് ഇട്ടത്. കുളിച്ച് കഴിഞ്ഞിട്ട് ഈ സെയിം കളർ ടീഷർട്ടാണ് ഇട്ടത്. അയ്യോ, ഞാൻ ശരിക്കും കുളിച്ചു, ഞാൻ ഫ്രഷായി. അത് പറ്റിയതാ. ഞാൻ ഈ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴേക്കും ഞാൻ രാവിലെ എണീച്ചപ്പോൾ തൊട്ട് ഇപ്പോൾ വരെയും ഒരു ടീഷർട്ട്. അത്രേ ഉള്ളൂ. ഞാൻ
ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുളിച്ചായിരുന്നു. ഉറക്കം വരും, കണ്ണൊക്കെ ഇരിക്കുന്നതാണ്.